അടിപൊളി അടിപൊളി ഒന്നും പറയാല്ല. പൊളിച്ചടക്കി. ലാലേട്ടൻ വന്നപ്പോ അതിനേലും കിട്ടില്ല. ഒരു രക്ഷയില്ല വച്ചാമാരെ. പൂരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പൂരപ്പറമ്പ്. ലാലേട്ടന്റെ ഓരോ സീക്വൻസും ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ലാലേട്ടന്റെ ആ മുണ്ട് പറിച്ചടിയും ഇടി സ്റ്റണ്ട് സീനും എല്ലാം കൊണ്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ചോദിച്ചു തന്നെ വാങ്ങേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. അഴിഞ്ഞാട്ടാണ് പടം മുഴുവൻ. മോഹൻലാലും ദിലീപും അഴിഞ്ഞാടി എന്ന് പറയാം. ഒരു രക്ഷയില്ല. ഹൈപ്പ് ഹൈപ്പ് അടിപൊളി ഹൈപ്പ്. മോഹൻലാൽ ഫാൻസ് ദിലീപ് ഫാൻസ് അടിച്ചുപൊളി ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി മൂവി. ഒരു രക്ഷയില്ല. ഹൈപ്പ് ഹൈപ്പ് പറഞ്ഞ പോലെ ഹൈപ്പ്. പൊളിച്ചടിക്ക് പടം വേറെ ലെവൽ. സൂപ്പർ. അടിപൊളി. ദിലീപേട്ടന്റെ റിയൽ കംബാക്ക് ഇതാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ മൊമെന്റ്. അടിപൊളി. സൂപ്പർ സൂപ്പർ. ലാലേട്ടനും ദിലീപേട്ടനും അടിപൊളിയായിട്ട് പൊളിച്ചു. സൂപ്പർ സിനിമ. എല്ലാം അടിപൊളി. BGM നമുക്ക് എന്താ പറയാ, ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോ റോമാഞ്ചിഫിക്കേഷൻ അത് തന്നെ അടിപൊളി. ഒരു രക്ഷയില്ല. എന്റർടൈൻമെന്റ് പടമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാൽ വിവാദങ്ങളൊന്നും ഇതിനകത്ത് പെടുത്താതെ സിനിമ അടിപൊളി. നല്ല രസമായിട്ടുണ്ട്. എല്ലാം തൂക്കി തകർത്ത്. ലാലേട്ടനൊക്കെ പൊളി മാസം അടിപൊളി. ഇതൊരു CID മൂസൊക്കെ അല്ല. അതിനൊന്നും സെക്കൻഡ് പാർട്ടിന് ഇല്ല. അതായത് അങ്ങനെ ഒരു പ്രാന്തം പടമാണ് CID മൂസ, സ്ഫടികം, അതായത് സലീം കുമാറൊക്കെ വീണ്ടും മീശ മാധവൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അടിപൊളി. ഫുൾ എന്റർടൈൻമെന്റ്. കിടിലം പടം. പൊളിച്ച് കിടിലം സ്പൂഫ് പറ്റിയില്ല. പക്ക സ്പൂഫ് പറ്റിയില്ല. പൊളി. ടോട്ടലി സ്പൂഫുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കിടിലോ പൊളിച്ചടിക്ക്. ലാലേട്ടനും ദിലീപിന്റെ ശരിയായ കമ്പാക്ക്. തൂക്കി ഒരു തെലുങ്ക് പടം കണ്ട ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കളർഫുള്ളായിരുന്നു. സംഭവം പൊളിച്ചു. ഒരു ആഘോഷത്തിന് വന്നവർക്കാണെങ്കിൽ ഓക്കെ. ഇന്റർവെല്ലിന് ശേഷം ഒരു തെലുങ്ക് പടത്തിന്റെ ഒരു പവർഫുള്ള്, ഒരു കളർഫുള്ള് ഒരു പടമായി മാറി. ജില്ലി ബാല ഹരഹര എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു വരവുണ്ട്. പിന്നെ ഒരു ബ്രഹ്മാണ്ട ഒരു ഡാൻസ്. സംഭവം തകർന്നൊരു പെർഫോമൻസ് ആണ് കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. ലോജിക്കൊന്നും ചോദിക്കരുത്. പടത്തിന്റെ പോസ്റ്ററിലുണ്ട് ലോജിക്കൊന്നും ഇല്ലാന്ന്. അപ്പൊ ലോജിക്ക് നോക്കി ആരും കയറണ്ട. അടിച്ച് പൊളിക്കാനായിട്ട് കയറിക്കോളും. സൂപ്പർ. ലാലേട്ടനും ദിലീപേട്ടനും കൂടെ തിയേറ്റർ കസറി. അവർ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തില് ലോജിക് ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് 2.5 മണിക്കൂർ വന്ന് അടിച്ച് പൊളിച്ച് കാണാം. ദിലീപ് ഫാൻസിനും മോഹൻലാൽ ഫാൻസിനും കൂടെ ഹാപ്പിയാണ്. ദിലീപേട്ടന്റെ കംബാക്ക് ആണ്. ദിലീപേട്ടൻ ലാലേട്ടൻ അടിച്ച് കീറിക്കളഞ്ഞു. അവതരിപ്പിച്ച ആ സ്റ്റൈൽ അതാ ഒരിക്കലും നമുക്ക് തിയേറ്ററിൽ തന്നെ കാണണം. ഇത് അടിച്ച് പൊളിച്ച്. Malayalam much. I like the movie. Have you enjoyed it? Yeah, I did enjoy. Lalatan and Dilip combo. Yeah, I loved the combo as usual. Lalatan Dilip combo വേറെ ലെവൽ. 100 കോടി 100% ഷുവറാണ്. ആണ് ലാലേട്ടൻ ഉണ്ട്. എന്തായാലും 100 കോടി അടിക്കും. ആ രീതിയിലാണ്. ഒന്നും പറയാനില്ല. മൈൻഡ് ബോയ് മാൻ. പൊളിച്ചടക്കി മാൻ. ഇറ്റ്സ് ഓസം മാൻ. ഇറ്റ്സ് ഓസം. കംബാക്ക് മൊമെന്റ് ആണ് പറഞ്ഞത്. ഇത്രയും ഞാൻ പടത്തിന് ദിലീപേട്ടൻ കംബാക്ക് എന്ന് പറയാൻ പറ്റും. കാരണം പടം ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്കൊരു മാർക്കാണ് ഗുഡ് ബാഡെങ്കിൽ ചിലപ്പോൾ മലയാളത്തെ സിനിമ തുടക്കം അവസാനം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് 100% എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തോ 3 മണിക്കൂർ എല്ലാം മറന്ന്, നിങ്ങളുടെ ഡിപ്രഷൻ മറന്ന്, നിങ്ങളുടെ എല്ലാം മറന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പാകത്തുള്ള കംബാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പെർഫോമൻസ് വൈസിലാണെങ്കിലും എല്ലാവരും, കാരണം പല ക്യാരക്ടേഴ്സ് സലീം കുമാർ എല്ലാവരും കൊണ്ടുവന്ന്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും കൊണ്ട് അയിഞ്ഞാട്ടാണ്. പൊളിച്ചടക്കി. എന്റെ പൊന്നോ, വേറെ വൈബ് വേറെ വൈബ്. അടിപൊളി പടം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും തകർത്തു. ഇന്റർവെല്ലിൽ ചേട്ടൻ തിരിഞ്ഞു നോക്കണ്ട. നമുക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റില്ല. തിയേറ്റർ എന്താ പറയുക, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റില്ല. ലാലേട്ടനെയും ദിലീപേട്ടനെ ഒരേ രീതിയിൽ നമ്മൾ കണ്ടു. അടിപൊളി പറഞ്ഞാൽ അത്ര സൂപ്പർ. ഒന്നും പറയാനില്ല. എല്ലാം സൂപ്പർ. ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാം അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. 2026 നോക്കിയാൽ മതി. ടിക്കറ്റ് ഈ വർഷം ഇല്ല. ഫുള്ള് ബുക്കിംഗ് ആയിരിക്കും. തിരിഞ്ഞു നോക്കണം ടിക്കറ്റിനെ കുറിച്ച്.
തീരുമാനമായി, ഉറപ്പായിട്ട് തീരുമാനമായി. ഇനി ഇവിടുന്നുള്ള ദിവസങ്ങളിൽ ഒന്നും കിട്ടൂല. ഇന്നിക്കാണ് 4ാം ക്ലാസ് ഞാൻ പറയുന്ന പോലെ ചോറിന് ഒലിക്കുന്ന ഓലപ്പേരിന് താഴെ സങ്കടപ്പെട്ട് ചുമരും ചാരി കണ്ണ് കലങ്ങാനിരിക്കണ സങ്കടമല്ല. ഭക്ഷണം കഴിക്കുക, ഉപ്പിലിട്ട മാങ്ങയിരിക്കാൻ മുളകോട് ചലിക്കുക, താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആലോചിക്കുക തന്നെ വേണം. ഈ 4ാം ക്ലാസ് വരപ്പിടം വരെ എത്തി ഇത്രയും വലിയൊരു ക്രൂവിന്റെ ലാലേട്ടൻ, ദിലീപേട്ടൻ, വിനീതേട്ടൻ, ധ്യാനേട്ടൻ ഇത്രയും വലിയ പെപ്പ എന്നൊരു മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ആ സീനിൽ തകർപ്പൻ പടമാണ്, അടിപൊളി പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളി. ലാലേട്ടൻ തകർത്തിട്ടുണ്ട്, ദിലീപേട്ടൻ തൂക്കിയിട്ടുണ്ട്. കിട്ടില്ല പടം. ധനഞ്ജേട്ടൻ അടിപൊളി മേക്കിംഗ് ആണ്, സംവിധായകൻ നല്ല മേക്കിംഗ്, അടിപൊളി പടം. ഹാപ്പിയാണ്. അതെ, താങ്ക് യു. അടിപൊളി, അടിപൊളിയല്ലേ, ഫുള്ള് മേക്കിംഗ് അടിപൊളിയല്ലേ, കളറാക്കിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. വേറൊന്നും പറയാനില്ല, അടിപൊളി. പിന്നെ പറയണ്ടല്ലോ, സൂപ്പർ അല്ലേ? സൂപ്പർ ആയിരുന്നു, അടിപൊളി അടിപൊളി. ഓ എല്ലാരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എല്ലാരും നല്ല സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. ഓ നല്ല കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കിടിലം പടം, അറടിയാണ്. ലാലേട്ടനായാലും ദിലീപേട്ടനായാലും അഴിഞ്ഞാടുകയാണ്. ഇത് ഇൻഡസ്ട്രി ഹിറ്റാണ്. അതായത് തുടരും ലോക ഈ 2 പടത്തിന് റെക്കോർഡ് പിടിക്കും. മാസ് മസാല പറഞ്ഞാൽ അടിപൊളി. മാസ് മസാല കിടിലം പടം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ദിലീപേട്ടനും ലാലേട്ടനും തിമിർത്താടുകയാണ്, അറടുകയാണ്, അഴിഞ്ഞാടുകയാണ്. എല്ലാ റെക്കോർഡും ലോകയുടെ റെക്കോർഡ് പൊട്ടിക്കും. ഞാൻ ഹാപ്പിയാണ്. ഈ പുതിയ കോമ്പിനേഷൻ വരികയാണ്, ചേട്ടനും അനിയനായിട്ട് ലാലേട്ടനും ദിലീപേട്ടനും. പടം മസ്റ്റ് വാച്ച്. OTL കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.